കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും പുത്തനുണർവേകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. വ്യവസായ മേഖലയ്ക്ക് 1729 കോടി 13 ലക്ഷവും വിനോദസഞ്ചാര മേഖലയ്ക്ക് 351 കോടി 42 ലക്ഷവുമാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. വ്യവസായ ടൂറിസം മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെട്ടെന്ന് ബജറ്റ് അവതരണത്തിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്ക് 773 കോടി രൂപയും കശുവണ്ടി വ്യവസായത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. കൈത്തറി മേഖലയ്ക്ക് 51 കോടി, കയർ വ്യവസായത്തിന് 107 കോടി, ഖാദി വ്യവസായത്തിന് 14 കോടിയും അനുവദിച്ചു. കൊച്ചി മറൈൻ ഡ്രൈവിൽ 2150 കോടി രൂപയുടെ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം നിർമ്മിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 351.42 കോടി രൂപ നീക്കിവെക്കുന്നു. KTDCക്ക് 12 കോടി രൂപ ആണ് മാറ്റിവെക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യവും ഗുണമേന്മയുള്ള മാനവശേഷി സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് 17.15 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി, ആലപ്പുഴ, ബേപ്പൂർ, കൊല്ലം എന്നീ 4 ഡെസ്റ്റിനേഷനുകളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ചെറുവിനോദത്തിനുള്ള ഇടങ്ങൾ കൂടാതെ മോട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്ന മിനി മറീനകളും യാട്ട് ഹബ്ബുകളും വികസിപ്പിക്കും. കോവിഡ് മഹാമാരിയുടെ ആഘാതത്തിൽ നിന്ന് വീണ്ടെടുപ്പിന്റെ പാതയിലാണ് ടൂറിസം മേഖലയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ടൂറിസം വിപണന പദ്ധതികൾക്കായി 78 കോടിയും ടൂറിസം പ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി 136 കോടിയും വകയിരുത്തി. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്കായി 24-25 ബജറ്റിൽ 773.09 കോടി രൂപ വകയിരുത്തുന്നു. MSMEകൾ മുഖേന വിഭാവനം ചെയ്തിരിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതിക്കായിട്ട് 215 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ സ്വയം തൊഴിൽ പദ്ധതികളും സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി 2024-25 വർഷം 58.5 കോടി രൂപ വകയിരുത്തുന്നു. 2000 യൂണിറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.